പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIOS +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ വീഡിയോസാണ്. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും ഇനി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വരുന്നത്. പാസ്സാവാൻ വേണ്ടത് നമുക്ക് വെറും 11 മാർക്ക് തിയറിക്ക് പാസ്സായാൽ മതി. ഓക്കെ, പ്രാക്ടിക്കലും അസൈൻമെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് 11 മാർക്ക് തിയറിയിൽ എഴുതി ഉണ്ടാക്കേണ്ടതാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ 2 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആൻസറും ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോസിൽ ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ നിന്ന് എടുത്തത്, അതിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. 20ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. റൈറ്റ് ദി നെയിം ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് 3 ഈച്ച് ആണ്. ഇൻപുട്ട് ഡിവൈസസിൻ്റെ പേരുകളും ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ പേരുകളും 3 വെച്ച് എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് നമ്മുടെ ഗൈഡിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ഗൈഡിൽ നമുക്ക് 7ാമത്തെ പേജിലുണ്ട്. കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, സ്കാനർ, ട്രാക്ക് ബാൾ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഇതിൽ നിന്ന് 3 നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 3 നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസസിൽ നമുക്ക് വരുന്നത് മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഇത് നമുക്ക് 3 എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് എഴുതുന്നതിന് 1.5 മാർക്കും ഔട്ട്പുട്ട് ഡിവൈസസ് എഴുതുന്നതിന് 1.5 മാർക്കാണ്. ടോട്ടൽ 3 മാർക്കാണ്. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, പോയിന്റ് എഴുതിയാലും മതി. ഇനി അടുത്ത്, അല്ലെങ്കിൽ അതറിയാത്തവരാണെങ്കിൽ നെയിം എനി 3 ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഏതെങ്കിലും 3 ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്നത് ഒന്ന് ബേസിക് വരുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഗൈഡിൽ നമുക്ക് 20ാമത്തെ പേജുണ്ട്. ബേസിക്, അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ട്, വിവരിച്ച് എഴുതാനൊന്നും പറഞ്ഞില്ല. ബേസിക്, കോബോള്, ഫോർട്രാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഓരോ സെൻറ്റൻസ് എഴുതിക്കോളൂ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ എന്താണ് ജസ്റ്റ് ബേസിക് എന്താണെന്ന് എഴുതാം. ഇത് ഏറ്റവും ലളിതവും തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് എന്ന് പറഞ്ഞിട്ട് ബേസിക്കിനെ കുറിച്ചിട്ട് എഴുതാം. അതേ അങ്ങനത്തെ ഭാഷയാണ്. കോബോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഉയർന്ന നിലവാരമുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏത് വരുന്നത്, കോബോൾ വരുന്നത്. ഫോർട്രാൻ എന്ന് പറയുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ, ഇത് ഗണിത ശാസ്ത്ര പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഷോർട്ടായിട്ടുള്ള ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ഒരുപാട് വിവരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻ ഓഫ് മെയിൽ മെർജ് ആണ്. മെയിൽ മെർജിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ്, അല്ലെങ്കിൽ മെയിൽ മെർജിൻ്റെ ഉപയോഗം ഏതാണെന്നുള്ളത് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. ഈ മെയിൽ മെർജ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്തത്, മെയിൽ മെർജ് എന്ന് പറയുന്ന ഓപ്ഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. ഒരു കത്ത് പല വിലാസത്തിലേക്ക് ഒരേ സമയം അയക്കുന്നതിന് മെയിൽ മെർജ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് മെയിൽ മെർജ് പറയുന്നത്. ഒരു പട്ടികയിലുള്ള ആളുകളുടെ പേരും വിലാസവും ഒരൊറ്റ കത്തിലേക്ക് ലയിപ്പിച്ച് പട്ടികയിലുള്ള എല്ലാ വിലാസത്തിലേക്കും കത്തയക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരു ലെറ്ററിൽ തന്നെ പല വിവരഭാഗങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഡയറക്ടറി ലിസ്റ്റ്, അതേപോലെ തന്നെ ഇൻവോയ്സ്, അഡ്രസ് ലിസ്റ്റ് എന്നിവ പ്രിന്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ മെർജ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻ്റ് മെയിൽ മെർജ്. മെയിൽ മെർജിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്നുള്ളത് അതും 5ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഗൈഡിൽ നമുക്കത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട്, ഇനി മലയാളം മീഡിയത്തിൽ എഴുതുന്നവർക്ക് അതും തന്നിട്ടുണ്ട് അല്ലേ. മെയിൽ മെർജിലെ ഡോക്യുമെൻ്റ്, മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ട്, ഡാറ്റ സോഴ്സസ് ഉണ്ട്. അത് വിവരിച്ച് എഴുതണം, കാരണം 3 മാർക്കാണ്. ഒരു മെയിൽ മെർജ് പ്രവർത്തനത്തിൽ പേഴ്സണലൈസ്ഡ് ഡോക്യുമെൻ്റ് ആണ്. സാധാരണ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു മെയിലിംഗ് ലേബൽ ആണ് മെയിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ഡാറ്റ സോഴ്സ് ആണ്. ഡാറ്റ സോഴ്സ് പേരുകളും വിലാസങ്ങളും വ്യത്യസ്തപരമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ്. ഉദാഹരണം, പലർക്കായി അയക്കേണ്ട ഒരു ഫോം ലെറ്ററിൻ്റെ പേരുകളും വിലാസങ്ങളും ഇതിലുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പാൻഡ് ദി ഫോളോയിങ് 3 ആണ്. ഇപ്പോൾ ഒരു
5 ഐറ്റം തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 3 ഐറ്റം എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ FTP ഫുൾ ഫോം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോളാണ്, WWW വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഇത് ഏതെങ്കിലും 3 നിങ്ങൾക്ക് എളുപ്പമുള്ള നോക്കി കഴിഞ്ഞാൽ. ഇനി 24ാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെയാണ്. അതിൽ 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ 24ൽ തന്നെ 1-ൽ 2 കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കാം. വാട്ട് ഈസ് വെബ് ബ്രൗസർ, ദി നെയിം ഓഫ് എനി ടു കോമൺലി യൂസ്ഡ്. എന്താണ് വെബ് ബ്രൗസർ? അതിൽ പ്രധാനപ്പെട്ട 2 കോമൺ ആയിട്ടുള്ള ഏതാണ്? അതിന് 2 മാർക്കും, പിന്നെ അതിൻ്റെ താഴെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് 2 മാർക്കാണ്. അപ്പോൾ ഇത് സാധാരണ ഈ വെബ് ബ്രൗസറൊക്കെ നമുക്ക് സാധാരണ ഇൻ്റർനെറ്റിൻ്റെ പാഠത്തിലാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഏറ്റവും അവസാനത്ത് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് വെബ് ബ്രൗസറിൻ്റെ ഭാഗം വരുന്നത്. എന്താണ് വെബ് ബ്രൗസർ എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ എന്താണ് വെബ് ബ്രൗസർ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അത് ഏകദേശം 151ാമത്തെ പേജിൽ പറയുന്നുണ്ട് വെബ് ബ്രൗസർ എന്താണെന്നുണ്ട്. ഇൻ്റർനെറ്റിലുള്ള വിവരങ്ങൾ വിവിധ സെർവർ കമ്പ്യൂട്ടറിലേക്കുള്ളത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കാനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലെ വിവരങ്ങൾ വിവിധ സെർവർ കമ്പ്യൂട്ടറിലാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കാനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെബ് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും നെറ്റ്സ്കേപ്പ് നേവിഗേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് യു മീൻ ബൈ സെർച്ച് എഞ്ചിൻ മെൻഷബിൾ ടു സെർച്ച്. എന്താണ് സെർച്ച് എഞ്ചിൻ? അതിൻ്റെ പ്രധാനപ്പെട്ട പദമാണ്. അതും 10ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച അതേ ക്വസ്റ്റ്യൻസിൻ്റെ താഴെ തന്നെ ഉണ്ട്. സെർച്ച് എഞ്ചിൻ എന്താണെന്നുള്ളത് അതിലുണ്ട്. വിവരങ്ങൾ ശേഖരിക്കുന്ന വെബ്സൈറ്റുകൾക്ക് പുറമെ വിവരങ്ങൾ തിരയുന്നതിനുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റിലുണ്ട്. ഇതിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൂഗിള്, യാഹു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻ. അപ്പോൾ 4 മാർക്കിൻ്റെ ആയി. ഇനിയിപ്പോൾ ഈ പറഞ്ഞ 2 അറിയാത്തവരാണ് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻ അവൈലബിലിറ്റി കണക്റ്റഡ് ടു ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ കണക്ഷനുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതും നമുക്ക് ഈ 10ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഗൈഡിൽ 149 150 പറയുന്നുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കണക്ഷനാണ് ബ്രോഡ് ബ്രാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രോഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കൂടിയതും വേഗതയും ഉയർന്ന ബ്രാൻഡ് വിടുത്തുമുള്ള കണക്ഷനാണ്. ഇൻ്റർനെറ്റ് കണക്ഷനോടൊപ്പം തന്നെ ടെലിഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ലീസർ ലൈനാണ്. ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഒരു സ്ഥിരമായ കണക്ഷനാണിത്. സാധാരണ വലിയ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ്, സർക്കാർ ഏജൻസികൾ എന്നിവ ഉപയോഗിക്കുന്നത്. ഇനി ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ വഴി ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്ത് സെർവറുമായി കണക്ട് ചെയ്യുന്നു. നേരിട്ട് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാതെ ഒരു ഇൻ്റർനെറ്റ് സേവനദാതാവിലൂടെ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നു. ഡയലപ്പ് കണക്ഷന് ഒരേ സമയം ഇൻ്റർനെറ്റും ടെലിഫോണും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആ പിക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. 4 മാർക്കിനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.